നമസ്കാരം. എല്ലാവരും സുഖമായി ഇരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഈ വർഷം ധാരാളം പുസ്തകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ചില പുതിയ പുസ്തകങ്ങളും ഒപ്പം തന്നെ നേരത്തെ പരിചയപ്പെടുത്തിയ പുസ്തകങ്ങളും വളരെ പ്രചാര പുസ്തകങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നോട് പലരും ചോദിക്കാനുള്ള കാര്യമാണ്, ഞാൻ ഏത് വീഡിയോ ചെയ്യുമ്പോഴും താഴെ വരുന്നൊരു കമൻറ്റാണ്, ഈ പുസ്തകത്തിൻ്റെ മലയാളം വേർഷൻ കിട്ടുമോ? ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ പുസ്തകം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി തരാൻ സാധിക്കുമോ? പക്ഷേ പലപ്പോഴും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ഒന്ന് അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടും, രണ്ട് ചില പുസ്തകങ്ങളൊന്നും പരിഭാഷപ്പെടുത്തുവാനേ സാധിക്കുകയില്ല. അത്രയും കട്ടിയായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പുസ്തകങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ ഒരു പുസ്തകം ഞാൻ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ്, ഡാനിയൽ ഗോൾമൻ എഴുതിയ പുസ്തകമാണ് ഇത്. ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈ ഇറ്റ് ക്യാൻ മാറ്റർ മോർ ദാൻ IQ. ബൗദ്ധികമായിട്ടുള്ള ഇൻ്റലിജൻസിനേക്കാൾ എന്തുകൊണ്ടാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രധാനപ്പെട്ടതെന്ന് ഒത്തിരി എക്സാമ്പിൾസിലൂടെ ഒത്തിരി സയൻറ്റിഫിക് സ്റ്റഡീസിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡാനിയൽ ഗോൾമാൻ്റെ പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അത് ഏറ്റവും കൂടുതലായി ഇത് ഉപയോഗിക്കപ്പെടുന്നത് ബന്ധങ്ങൾ നിലനിർത്താനാണ്. നിലനിർത്തുക മാത്രമല്ല, ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനും അതിലൂടെ നല്ല റിസൾട്ട്സ് ഉണ്ടാക്കുവാനും ഹാപ്പിനെസ് ഉണ്ടാക്കുവാനും സഹായിക്കുന്ന ഒന്നാണ്. ചില ആളുകളൊക്കെ ഒരു ചെറിയ വാക്കിൽ തുടങ്ങി വലിയ വിപ്ലവം സൃഷ്ടിക്കും, അല്ലെങ്കിൽ വലിയ ബഹളമായി ചില കൊലപാതകത്തിലേക്ക് പോകും. ചില ആളുകൾ ബന്ധങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് വേർപിരിക്കാനായി വികാരങ്ങൾ ഉപയോഗിക്കും. ഇങ്ങനെ നമ്മളെ കണ്ണ് തുറപ്പിക്കുന്ന ധാരാളം ഇൻഫോർമേഷൻ, അറിവുകളുള്ള പുസ്തകമാണ് ഡാനിയൽ ഗോൾമൻ എഴുതിയ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പുസ്തകം. ചിലപ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്ന സമയം, വാക്കുകളുടെ ടോൺ, വാക്കുകളുടെ ഇൻറ്റൻസിറ്റി, ചില നോട്ടങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങൾ, ഇതെല്ലാം വലിയ ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. ചില കുട്ടികൾ ആളുകളെ കൊല്ലുന്നു, ചില ആളുകൾ ഒറ്റ നിമിഷം കൊണ്ട് ബന്ധം മുറിച്ചു മാറ്റുന്നു, ചില ആളുകൾ തെറ്റിദ്ധാരണ കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ വീഴ്ചകളും തെറ്റുകളുമെല്ലാം വരുത്തുന്നുണ്ട്. ദേഷ്യം അടക്കാൻ കഴിയാതെ വളരെയധികം അറ്റാക്ക് ചെയ്യുകയും തോക്കെടുത്ത് വെടിവെക്കുകയും ചെയ്യുന്ന ആളുകൾ. പലപ്പോഴും ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു വോൾക്കാനോ പോലെയാണ്, ടർബുലൻസ് പോലെയാണ്, ഏത് സമയവും അത് പൊട്ടിത്തെറിക്കാം. എന്നാൽ ഇമോഷൻസിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന അവസ്ഥയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. കുറേ ബുദ്ധി ഉണ്ടാകാം, കുറേ അറിവുണ്ടാകാം, കുറേ ജ്ഞാനമുണ്ടാകാം. എന്നാൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മെഷീൻസ് ധാരാളമുണ്ട്. ടാസ്ക് വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് ആളുകൾക്ക് സാധിക്കും. വളരെ എഫക്റ്റീവും ആക്യുറേറ്റും സ്പീഡിയുമായിട്ട് ചെയ്യാനായിട്ട് മെഷീൻസിന് സാധിക്കും. അതിന് അൽഗോരിതം ഉണ്ട്, ലാംഗ്വേജ് മോഡൽസ് ഉണ്ട്, ChatGPT പോലെയുള്ള പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ലേണിംഗ്, മെഷീൻ ലേണിങ്ങും റോബോട്ട് അനാലിറ്റിക്കൽ ഡിവൈസസും എല്ലാം ഉണ്ട്. ആ സമയത്ത് ഈ മെഷീൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും അധികം ഡിഫിക്കൽട്ടായി മാറിയിരിക്കുന്നത് മനുഷ്യരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി കുടുംബജീവിതത്തിൽ, സൗഹൃദ ബന്ധങ്ങളിൽ ഇന്ന് ധാരാളം ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട്. ബന്ധങ്ങൾ ഒത്തിരി വേർപിരിയുന്നുണ്ട്. ഓഫീസുകളിലും സമൂഹത്തിലും രാഷ്ട്രീയ സംഘടനകളിലും മറ്റിതര സംഘടനകളിലുമെല്ലാം വഴക്കും ആശയക്കുഴപ്പങ്ങളും അടിച്ചു പിരിയലും എല്ലാം ഉണ്ടാകാറുണ്ട്. എന്നാൽ ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയും ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ ഉന്നതിയിലേക്ക് പോകുവാനും സാധിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് ത്യാഗമൊന്നുമല്ല, സാക്രിഫൈസ് ഒന്നുമല്ല, മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മെ മനസ്സിലാക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കുക. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അത് തന്നെയാണ്, സെൽഫ് അവെയർനെസ്. എന്നെക്കുറിച്ച് മനസ്സിലാക്കുക. ഞാനെന്ന വ്യക്തി എന്താണ്, എന്തുകൊണ്ട് അങ്ങനെയായി, എന്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്. വികാരം എന്ന് പറയുന്നത്, ഇമോഷൻസ് എന്ന് പറയുന്നത് അതിശക്തമായൊരു ടൂളാണ്. അത് പുരുഷനും സ്ത്രീക്കും വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഈ പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ലോങ് റീഡ് തന്നെയാണ്, പക്ഷേ ജീവിതത്തിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കുന്ന പുസ്തകമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് സ്നേഹമാകാം, സങ്കടമാകാം, ലൈംഗികതയാകാം, പാഷനാകാം, കാമമാകാം, ഇഷ്ടമാകാം, പാഷനാകാം. ഇതിനെല്ലാം നമ്മുടെ ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? അതിനെ പോസിറ്റീവായി നമുക്ക് മാറ്റുവാൻ സാധിക്കുന്നുണ്ടോ? അതിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷവും നമുക്ക് സന്തോഷവും ജീവിതത്തിൽ വിജയവും നേടുവാൻ സാധിക്കുന്നുണ്ടോ? സമയമെടുത്ത് വായിക്കേണ്ട പുസ്തകമാണ്, ഡിഫിക്കൽട്ട് റീഡാണ്, എന്നാൽ കൂടെയും
2 or 3 പ്രാവശ്യം വായിക്കുമ്പോൾ വളരെയധികം ജീവിതത്തിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ സഹായിക്കുന്ന പുസ്തകമാണ് ദ ഇമോഷൻ ഇൻ്റലിജൻസ്. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൽ ഇപ്പോൾ നമുക്ക് അവസാന റെഫറൻസായി ധാരാളം പുസ്തകങ്ങൾ നമുക്ക് വിവരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 4/1 ഭാഗവും മറ്റ് നോട്ട്സുകളെല്ലാമാണ് പുസ്തകത്തിലുള്ളത്. ചില ആശയങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ, അതിന് ഈ പുസ്തകം സഹായിക്കട്ടെ. ലെറ്റ് us make 10x growth through habits.